അപ്പോഴേ ഇത് കണ്ടോ, കുറേ നാളിന് ശേഷമാണ് കേട്ടോ ഒരു പുതിയ വീഡിയോ ഇടുന്നത്. ഇത് കണ്ടോ, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ചൊടക്കം എന്ന് പറയും. ഇത് താനേ ഞങ്ങളുടെ വീട്ടിൽ മുളച്ച് പൂവിട്ട ഒന്നാണ് കേട്ടോ. അതൊക്കെ കണ്ട അതിൻ്റെ ഭംഗിയാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതിങ്ങനെ മുളയ്ക്കുമെന്നോ ഇതിങ്ങനെ പൂക്കുമെന്നോ. ഇതിപ്പം വേനൽ സമയത്താണ് സാധാരണഗതിയിൽ ഇത് പൂക്കാറ്. സാധാരണ മലമുകളിലും മറ്റും കാണപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. ഞാൻ പിന്നെ കയറി ഇത് വിളഞ്ഞ സമയത്ത്, അതായത് ഇത് മൂപ്പെത്തിയ സമയത്ത് ഞാൻ പോയി ഒടിച്ചെടുക്കുകയാണ്. കാരണം ഇത് നമ്മുടെ കാർപോർച്ചറിൻ്റെ മുകളിലെ ഷീറ്റിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ചുടക്കിൻ്റെ വെയിറ്റ് കാരണം ഇത് നന്നായിട്ട് താഴ്ന്ന് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ചാറ്റൽ മഴയും കൂടെ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ആ ഷീറ്റിൻ്റെ പുറത്തോട് ചാഞ്ഞ് കിടക്കുകയായിരുന്നു. ഞാൻ പിന്നെ ഒരു കത്തി കൊണ്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല പൊക്കത്തിൽ പോയിട്ടുണ്ട്. കാരണം നിങ്ങൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പം വെട്ടുമ്പോഴത്തേക്ക് നേരെ ഇത് താഴെ വന്ന് വീഴുന്നുണ്ട്. എന്നാലും വേറെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. നല്ല രസമാണ്. ഇത് നമ്മളെ ട്രിവാൻഡ്രം ജില്ലയിലാണ് കൂടുതലും കണ്ടുവരുന്നത്. മറ്റുള്ള ജില്ലക്കാർക്കൊക്കെ ഇതൊരു സത്യം പറഞ്ഞ ഒരു അതിശയമായിരിക്കും. ചിലർക്ക് അറിയായിരിക്കും, എന്നാലും പൊതുവെ അറിയാനുള്ള സാധ്യത കുറവാണ്. ഇതാണ് സംഭവം. കണ്ട എന്ത് ഭംഗി നോക്ക്. ചുടക്കെന്നാണ് അറിയപ്പെടുന്നത് ഇവിടെയൊക്കെ. നല്ല രസമുണ്ടല്ലേ. ഇത് ഞാൻ മോളും ഉണ്ടായിരുന്നു കേട്ടോ അടുത്തപ്പോൾ. ആ ഒരു സമയത്ത് ഞാൻ കൊണ്ട് കൊടുക്കുന്നതാണ്. അവർക്ക് കൊണ്ട് കൊടുക്കും. ഞാൻ മോൾക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ ഞാൻ കൊണ്ട് പോകുന്നുണ്ട്. നല്ല രസമുള്ള ഒരു സംഭവം. അതുകൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. പക്ഷേ അതിന് മൊത്തം കൊടുത്തില്ല, ഒരു ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്ത്. അവർക്ക് അത് ഇഷ്ടമില്ല. ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അവരും കൊച്ചല്ലേ, അറിയാൻ പാടില്ല. അങ്ങനെ നേരെ ഞാൻ അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു. എല്ലാവർക്കും അതിശയമായിരുന്നു ഇത് കാഴ്ച. സാറിന് ഇത് റോഡ് സൈഡ് ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാവരും നോക്കി പറഞ്ഞുകൊണ്ട് പോകുമായിരുന്നു ഈ ചുടക്ക് എന്ന് പറയുന്ന ഇത്. പിന്നെ അമ്മയാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവളും ഇതെന്താണെന്നുള്ള രീതിയിൽ നോക്കുകയാണ്, ഇതെന്താ സംഭവം എന്നുള്ളതിൽ.